നരേന്ദ്രമോദിയുടെ 2 ദിവസത്തെ കേരള സന്ദർശനം ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങുന്ന ബിജെപിക്ക് ഊർജ്ജം പകരുന്നതാണ്. പ്രചാരണത്തിന് തയ്യാറാകാൻ ശക്തികേന്ദ്ര പ്രമുഖരോട് ആഹ്വാനം ചെയ്ത പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്ന സൂചന കൂടിയാണ് നൽകുന്നത്. മിഷൻ സൌത്ത് ഇന്ത്യയുടെ ഭാഗമായി കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കണമെങ്കിൽ മോദിയുടെ വ്യക്തിപ്രഭാവം തന്നെയാകും ബിജെപിയുടെ തുറുപ്പുചീട്ട്. वोटरों को ये बताना चाहिए कि 10 वर्ष पहले तक जब देश में एक कमजोर और अस्थिर सरकार थी तो आए दिन आतंकी हमले होते थे। इसका सीधा असर हमारे निवेश पर पड़ता था और विदेशों में काम करने वाले हमारे देशवासियों पर पड़ता था। हमें उन्हें बार बार बताना होगा कि एलडीएफ यूडीएफ का इतिहास किस तरह घोटालों का रहा है, भ्रष्टाचार का रहा है। आज भारत को दुनिया विश्व मित्र के रूप में देख रही है. നിങ്ങളുടെ ബൂത്തുകളിൽ നിങ്ങൾ വിജയിക്കൂ. ആ ബൂത്തിൽ വിജയിച്ചാൽ കേരളത്തിൽ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയുമെന്ന് ആഹ്വാനം ചെയ്തായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രസംഗം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പാർട്ടി പ്രവർത്തകരെ പ്രചാരണത്തിനായി രംഗത്തിറക്കുകയായിരുന്നു 2 ദിവസത്തെ കേരള സന്ദർശനം കൊണ്ട് പ്രധാനമന്ത്രി ലക്ഷ്യമിട്ടത്. വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേതുപോലെ വികസനവും വിശ്വാസവും ലക്ഷ്യമിട്ടുള്ള തെരഞ്ഞെടുപ്പ് തന്ത്രം തന്നെയാണ് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലും ബിജെപി പയറ്റുന്നത്. അതിന്റെ ഭാഗമായിട്ടായിരുന്നു 2 ദിവസത്തെ സന്ദർശനത്തിൽ ഷിപ്പ്യാർഡിൽ 3 വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും ഗുരുവായൂർ തൃപ്രയാർ സന്ദർശനവും. കേന്ദ്ര സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പാർട്ടി പ്രവർത്തകർക്ക് അദ്ദേഹം നിർദ്ദേശം നൽകി. ഉത്തരേന്ത്യൻ പാർട്ടി എന്ന ലേബലിൽ നിന്ന് ദക്ഷിണേന്ത്യയിലും കരുത്തുകാട്ടുക എന്നതാണ് ബിജെപിയുടെ ലക്ഷ്യം. അയോധ്യയെയും ശ്രീരാമനെയും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ സംസ്കാരവുമായി ചേർത്ത് നിർത്താനുള്ള ശ്രമങ്ങളും പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത് ശ്രദ്ധേയമായി. 22 जनवरी को प्राण प्रतिष्ठा अयोध्या में होगी, लेकिन श्री राम ज्योति उस दिन शाम को देश के घर घर में जलेगी, हर मंदिर में जलेगी. केरला तो वो राज्य है जो अपना पूरा 1 महीना रामायण को समर्पित करता है. यहां रामायण मासम मनाया जाता है. केरला में भी पूरे सद्भाव के साथ श्री राम ज्योति जले, ये संदेश आपको अपने क्षेत्र में हर घर में पहुंचाना है. ഹിന്ദി ഹൃദയഭൂമിയിൽ അയോധ്യ അനുകൂല ഘടകമാകുമെങ്കിലും ദക്ഷിണേന്ത്യയിൽ മറ്റൊരു തന്ത്രമാകും ബിജെപി പ്രയോഗിക്കുക എന്നതാണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ നിന്നും വ്യക്തമായത്. കൊച്ചിയിൽ 8 മാസം മുൻപ് നടത്തിയ യുവാ പരിപാടിയിലും തൃശൂരിൽ നടന്ന മഹിളാ സമ്മേളനത്തിലും സിനിമാ താരങ്ങളെയും പൊതുസമ്മതരെയും പാർട്ടിയോട് അടുപ്പിക്കാനുള്ള നീക്കമുണ്ടായിരുന്നു. ശക്തി കേന്ദ്ര പ്രമുഖരുടെ പരിപാടിയിൽ പ്രൊഫസർ TJ ജോസഫിന്റെ സാന്നിധ്യവും ബിജെപിയുടെ പുതിയ രാഷ്ട്രീയ തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് വിലയിരുത്തുന്നത്. 2 ആഴ്ചക്കിടെ മോദി നടത്തിയ 2 റോഡ് ഷോകൾ ബിജെപി അണികളിൽ വലിയ ആവേശം സൃഷ്ടിക്കുന്നുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പിൽ ഇതൊക്കെ വോട്ടാകുമോ എന്നത് കാത്തിരുന്ന് കാണാം. ടോം കുര്യാക്കോസ്, ന്യൂസ് 18, കൊച്ചി. പ്രാൺ പ്രതിഷ്ഠയ്ക്ക്